Hi students, welcome back to Plus 2 Political Science tutorial, and this is Sabin Joseph. Today we are discussing about the early initiatives of planning and first 5-year plan. അതായത് ആസൂത്രണവുമായി ബന്ധപ്പെട്ട ആദ്യ സംരംഭങ്ങളെക്കുറിച്ചും ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ദ ഏർലി ഇനിഷ്യേറ്റീവ്സ്, അതായത് ആദ്യ സംരംഭങ്ങൾ. As in the USSR, the Planning Commission of India opted for 5-year plans. The idea is very simple. The government of India prepares a document that has a plan for all its income and expenditure for the next 5 years. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾ, അതായത് 5-year പ്ലാൻ ആവിഷ്കരിക്കുവാനായി തീരുമാനിച്ചു. ഈ കാര്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലുള്ള, അതായത് റഷ്യൻ മാതൃകയിലുള്ള, USSRന്റെ മാതൃകയിലുള്ള 5-year പ്ലാൻ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ പിന്തുടർന്നത്. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം വളരെ ലളിതമായ ഒന്നാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള എല്ലാ വരവ് ചെലവുകളും ഉൾപ്പെടുന്ന ഒരു പദ്ധതി പ്രമാണം ഇന്ത്യയുടെ ഗവൺമെന്റ് തയ്യാറാക്കുന്നു. അതാണ് പഞ്ചവത്സര പദ്ധതിയെ വളരെ ലളിതമായ രീതിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. അക്കോർഡിംഗ്ലി, ദ ബഡ്ജറ്റ് ഓഫ് ദ സെൻട്രൽ ആൻഡ് ഓൾ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ബഡ്ജറ്റിനെ 2 ഭാഗങ്ങളായി തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് എ നോൺ പ്ലാൻ ബഡ്ജറ്റ് ദാറ്റ് ഈസ് സ്പെൻഡ് ഓൺ റൊട്ടീൻ ഐറ്റംസ് ഓൺ എ ഇയർലി ബേസിസ്. അതായത് ഒന്നാമത്തേത് നോൺ പ്ലാൻ ബഡ്ജറ്റ്, അതായത് പദ്ധതിയേതര ബഡ്ജറ്റ്. അതായത് വാർഷികാടിസ്ഥാനത്തിൽ പതിവ് ഇനങ്ങൾക്കായി നീക്കിവെക്കുന്ന ചെലവുകളെയാണ് ഈ നോൺ പ്ലാൻ ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഉദാഹരണമായി, ഗവൺമെന്റിന്റെ പതിവ് ചെലവുകൾ, അതായത് ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെയാണ് നോൺ പ്ലാൻ ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. സെക്കൻഡ്ലി, പ്ലാൻ ബഡ്ജറ്റ് ദാറ്റ് ഈസ് സ്പെൻഡ് ഓൺ എ 5-year ബേസിസ് ആസ് പെർ ദി പ്രയോറിറ്റീസ് ഫിക്സഡ് ബൈ ദി പ്ലാൻ. അതായത് രണ്ടാമത്തേത് പ്ലാൻ ബഡ്ജറ്റാണ്. അതായത് 5-year പ്ലാൻ നിശ്ചയിച്ച മുൻഗണന പ്രകാരം 5 വർഷ 5-year പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കേണ്ടതാണ് ഈ പ്ലാൻ ബഡ്ജറ്റിൽ, അതായത് പദ്ധതി ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. A 5-year plan has the advantage of permitting the government to focus on the larger picture and make long-term intervention in the economy. അതായത് പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് വിപുലമായ പദ്ധതികൾക്ക് ഊന്നൽ നൽകുവാനും സമ്പദ് വ്യവസ്ഥയിലെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇടപെടലുകൾ നടത്താനും അത് ഗവൺമെന്റിനെ സഹായിച്ചിരുന്നു, അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് 5 വർഷം മുൻകൂട്ടി കണ്ട് നടത്തുന്ന പദ്ധതികൾ, ആലോചനകൾ ഗവൺമെന്റിനെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആരംഭിക്കുവാൻ ഗവൺമെന്റിനെ അത് സഹായിച്ചിരുന്നു. The draft of the first 5-year plan and then the actual plan document released in December 1951 generated a lot of excitement in the country. People from all walks of life, academics, journalists, government and private sector employees, industrialists, farmers, politicians, etc. discussed and debated on documents extensively. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അസൽ പ്രമാണം, ഫൈനൽ ഡോക്യുമെന്റ് പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബറിലാണ്.
ഇത് രാജ്യത്തിന്റെ അകത്ത് വലിയ ആവേശവും ഉത്സാഹവും സൃഷ്ടിച്ചു. പണ്ഡിതന്മാർ, പത്രപ്രവർത്തകർ, സർക്കാർ ജീവനക്കാരും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും, വ്യവസായികൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ, കൃഷിക്കാർ, രാഷ്ട്രീയ പ്രവർത്തികൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽപ്പെട്ടവരെല്ലാം ഈ പദ്ധതിയുടെ ഉള്ളടക്കത്തെപ്പറ്റി വിശദമായ ചർച്ചകളും സംവാദങ്ങളും നടത്തി. The excitement with the planning reached its peak with the launching of the second 5-year plan in 1956 and continued somewhat till third 5-year plan in 1961. 1956 രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ ആസൂത്രണം, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആവേശം അതിൻ്റെ മൂർധന്യമായ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തി. ഈ വലിയ ആവേശം മൂന്നാം പഞ്ചവത്സര പദ്ധതി, അതായത് 1961 1961 മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം വരെ ഈ വലിയ ആവേശം നിലനിന്നു. The fourth plan was due to start in 1966. By this time, the novelty of planning had declined considerably, and moreover, India was facing acute economic crisis. The government decided to take a planned holiday. എന്നാൽ മൂന്നാമത്തെ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും സാമ്പത്തികമായ കുഴപ്പങ്ങളും ആസൂത്രണത്തെ അവതാളത്തിലാക്കി. 1966-71 കാലത്തേക്ക് വിഭാവനം ചെയ്യപ്പെട്ട നാലാം പഞ്ചവത്സര പദ്ധതി തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഈ സമയത്ത് ആസൂത്രണത്തിന്റെ പുതുമ ഗണ്യമായി കുറയുകയും ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി വരെ നിലനിന്ന ആവേശം കെട്ടടങ്ങുകയും ചെയ്തു. കൂടാതെ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയും ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് പഞ്ചവത്സര പദ്ധതിക്ക് ഒരു അവധി നൽകുവാൻ, പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. Though many criticisms emerged both about the process and the priorities of these plans, the foundation of India's economic development was firmly in place by then. അതായത് പഞ്ചവത്സര പദ്ധതികളുടെ മുൻഗണനകൾ, പ്രക്രിയ എന്നിവയെ സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. എങ്കിലും ആ സമയം എത്തിയപ്പോൾ, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ഭാഗം എത്തിയപ്പോഴേക്കും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. സോ ദ ഫസ്റ്റ് 5-year പ്ലാൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി. The first 5-year plan 1951 to 1956 sought to get the country's economy out of the cycle of poverty. Dr. K.N. Raj, a young economist involved in drafting the plan, argued that India should hasten slowly for the first 2 decades as a fast rate of development might endanger democracy. അതായത് 1951 മുതൽ 56 വരെ ആയിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദാരിദ്ര്യത്തിന്റെ ചക്രത്തിൽ നിന്നും കരകയറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതിയുടെ ആസൂത്രകർ വളരെ വേഗത്തിലുള്ള ഒരു വളർച്ചയെ വിഭാവനം ചെയ്തിരുന്നില്ല. പദ്ധതി രൂപകൽപ്പനത്തിൽ സജീവ പങ്കുവഹിച്ച ഡോക്ടർ K.N. രാജ് അടുത്ത 2 പതിറ്റാണ്ടുകളിൽ ഇന്ത്യ സാവധാനം മുന്നേറണം എന്ന വാദമാണ് മുന്നോട്ട് വച്ചത്. വളരെ പെട്ടെന്നുള്ള വളർച്ചാ നിരക്ക് ജനാധിപത്യത്തെ അപകടത്തിലാക്കും എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. The first 5-year plan addressed mainly the agrarian sector,
ഇൻക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡാംസ് ആൻഡ് ഇറിഗേഷൻ. അതായത് അണക്കെട്ടുകൾ, ജലസേചനം, വൈദ്യുത ജലപദ്ധതികൾ തുടങ്ങിയ എന്നിവയുൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിയത്. Huge allocations were made for large-scale projects like Pakhranagal Dam and Hirakund Dam. The plan identified the pattern of land distribution in the country as the principal obstacle in the way of agriculture growth. It focused on land reforms as the key to country's development. അതായത് ഇന്ത്യ വിഭജനം കാർഷിക മേഖലയിൽ കനത്ത പ്രഹരം, വലിയ രീതിയിലുള്ള ഇടിവാണ് ഉണ്ടാക്കിയത്. അതിനാൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അടിയന്തരമായ ഒരു ശ്രദ്ധ നൽകേണ്ടത് വളരെ ആവശ്യമായിരുന്നു. ബക്രാനങ്ങൾ അണക്കെട്ട്, ഹീരാകുണ്ട് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുകയാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നീക്കിവെച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള മുഖ്യമായ പ്രതിബന്ധം രാജ്യത്തിന്റെ നിലവിലുള്ള ഭൂവിതരണ സമ്പ്രദായമാണ് എന്ന് പദ്ധതി തിരിച്ചറിഞ്ഞു. അതിനാൽ ഭൂപരിഷ്കരണത്തിലൂടെ ഭൂവിതരണത്തിലെ അപാകതകളെ പരിഹരിക്കുന്നതിന് അവർ മുൻതൂക്കം നൽകി. They focused on land reforms as the key to the country's development. അതായത് ഭൂമി എന്ന് പറയുന്നത് ഏതാനും ചില ആൾക്കാരുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്താതെ വരുന്നു. അതുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ, അതായത് ഭൂമി എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുന്ന നിയമങ്ങളിലൂടെ ഇതിനെ പരിഹരിക്കാനായിട്ട് പറ്റൂ എന്നുള്ള കാര്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തിരിച്ചറിയുകയുണ്ടായി. One of the basic aim of the planners was to raise the level of national income, which could be possible only if the people saved more money than they spent. As the basic level of spending was very low in the 1950s, it could not be reduced anymore. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ചിലവ് കുറയ്ക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയുമായിരുന്നു ഇതിനുള്ള മാർഗം. എന്നാൽ 1950കളിൽ ജനങ്ങളുടെ ചിലവിൻ്റെ അടിസ്ഥാന തോത് വളരെ താഴ്ന്നതായിരുന്നതിനാൽ അത് വീണ്ടും കുറയ്ക്കുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നില്ല. അതിനാൽ സമ്പാദ്യം ഉയർത്തി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികളാണ് ആസൂത്രകർ ശ്രമിച്ചത്. Nevertheless, people saving did rise in the first phase of the planned process until the end of the third 5-year plan. But the rise was not as spectacular as was expected at the beginning of 5-year plan. എന്നാൽ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. കാരണം തൊഴിലെടുക്കുവാൻ പ്രാപ്തരായ മൊത്തം ജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ സംഖ്യയെ അപേക്ഷിച്ച് രാജ്യത്തിൻ്റെ മൊത്തം മൂലധന ശേഖരം കുറവായിരുന്നു. നമ്മൾ ഇക്കണോമിക്സിലൊക്കെ പഠിക്കുന്നത് പോലെ തൊഴിലെടുക്കുവാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലും തൊഴിലെടുക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള വേതനം കൊടുക്കുവാനുള്ള മാർഗം വളരെ കുറവും ആയിരുന്നു. മൂലധന നിക്ഷേപത്തിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ച് സമ്പാദ്യങ്ങൾ ഉയർത്തുവാനുള്ള സാധ്യത ആ സമയത്തുണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. Later from the early 1960s till the early 1970s, the proportion of saving in the country actually dropped consistently. അതായത് പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ
മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനം വരെ ജനങ്ങളുടെ സമ്പാദ്യത്തിൽ വളരെ വലിയ ഉയർച്ചയാണ് ഉണ്ടായത്. എന്നാൽ ഒന്നാം പദ്ധതിയുടെ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു അസാധാരണമായ ഉയർച്ച ജനങ്ങളുടെ സമ്പാദ്യത്തിൽ പിന്നീടുള്ള പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടത്തിൽ കാണുവാനായി സാധിച്ചില്ല. മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് രാജ്യത്തെ സമ്പാദ്യങ്ങളുടെ അനുപാതം നിരന്തരമായി ഇടിയുകയും ചെയ്തു. സോ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏർലി ഇനീഷ്യേറ്റീവ്സ്, അതായത് ആദ്യ സംരംഭങ്ങളെക്കുറിച്ചും ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുമാണ് നമ്മൾ കണ്ടത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലഘട്ടം 1951 മുതൽ 56 വരെ അത് കൃഷിക്കാണ്, അതായത് കൃഷിക്ക് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഡോക്ടർ KN രാജൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു.